ഇൻട്രൊഡക്ഷൻ ഓഫ് മൈക്രോസോഫ്റ്റ് എക്സൽ. വാട്ട് ഈസ് മൈക്രോസോഫ്റ്റ് എക്സൽ? എന്താണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറഞ്ഞാൽ? മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് എ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം യൂസ്ഡ് ടു റെക്കോർഡ് ആൻഡ് അനലൈസ് ന്യൂമറിക്കൽ ഡാറ്റ. മൈക്രോസോഫ്റ്റ് എക്സൽ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ ഡാറ്റ റെക്കോർഡ് ചെയ്യാനും അനലൈസ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാമാണ്. മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ വേർഷൻസ് പറയുന്നത് 2003, 2007, 2010, 2013, 2016, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2019 വെർഷൻ വന്നിട്ടുണ്ട്. 2003 വെർഷൻസ് ഇപ്പോൾ ആരും ഉപയോഗിക്കാറില്ല. 50% ആൾക്കാരും 2007 വെർഷൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നതാണ് മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഇൻ്റർഫേസ്. ഇത് 2016 വെർഷനാണ്. ഇതിൽ കുറേ ഹെഡർ കാണാം നമുക്ക്. ഇതിൻ്റെ പേരാണ് റിബൺ ടാബ്സ്. റിബൺ ടാബ്സ് ആണ് നമ്മൾ ഈ കാണുന്ന മുകളിൽ കാണുന്ന ഓരോ ഹെഡറും. ഇതൊരു കമാൻഡാണ്, ഇതൊരു ഗ്രൂപ്പ് ഓഫ് കമാൻഡാണ്. നമ്മുടെ എക്സലിൽ ഓരോ ഫംഗ്ഷനും നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഗ്രൂപ്പ് ഓഫ് കമാൻഡ്സ് ആണ്. ഇതിൻ്റെ പേരാണ് റിബൺ ടാബ്സ്. ഓരോ കമാൻഡിൻ്റെയും താഴെ സബ് കമാൻഡുകൾ കാണാം. ഈ സബ് കമാൻഡ് എഴുതിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് റിബൺ ബാർ. അതായത് മുകളിൽ കാണുന്നത് റിബൺ ടാബ്സും അതിൻ്റെ സബ് കമാൻഡ്സ് താഴെ കാണുന്നത് റിബൺ ടാബ്സുമാണ്. ഓരോ കമാൻഡിൻ്റെയും താഴെ സബ് കമാൻഡ് ഉണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയാണ് ഉപയോഗിക്കുക. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഉപയോഗം എന്താണെന്നൊക്കെ നമുക്ക് ഓരോ ക്ലാസ്സിലും 1 by 1 ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഞാനൊരു പിക്ചർ കാണിച്ചു തരാം മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഈ മുകളിൽ കാണുന്ന ഈ പ്രോഗ്രാമിംഗ് നെയിംസുകളാണ് റിബൺ ടാബ്സ്. ഓരോ റിബൺ ടാബിൻ്റെയും താഴെ സബ് മെനൂസ് കാണിച്ചിരിക്കുന്നതാണ് റിബൺ ബാർ. സൈഡിൽ നമ്മൾ ഫയൽ എന്ന് എഴുതിക്കുന്നതാണ് റിബൺ സ്റ്റാർട്ട് ബട്ടൺ. അതായത് ഈ ഫയൽ എന്ന് എഴുതിക്കുന്നതാണ് റിബൺ സ്റ്റാർട്ട് ബട്ടൺ. ഇത് 2013 ശേഷം ഉള്ളതാണ് നമുക്ക് ഫയൽ എന്ന് എഴുതിയിരിക്കുന്നത്. 2003, 2007, 2010 വരെ ഇവിടെ ഒരു ബട്ടണാണ്. MS ഓഫീസിൻ്റെ ഒരു സിമ്പൽ കാണാം. അതിൻ്റെ പേര് ഓഫീസ് ബട്ടൺ എന്നാണ്. നമ്മൾ മൗസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓഫീസ് ബട്ടൺ എഴുതി കാണിക്കും. 2013 ശേഷമുള്ളതിൻ്റെ പേര് ഫയൽ എന്നാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. അതിൻ്റെ പേരാണ് റിബൺ സ്റ്റാർട്ട് ബട്ടൺ. ഇനി നമുക്ക് ഡോക്യുമെൻ്റ് വിൻഡോസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡോക്യുമെൻറ്റ്സ് വിൻഡോസ് എന്ന് പറയുന്നത് ഒന്ന് സെല്ലാണ്. അതായത് നമ്മൾ ഈ കാണുന്ന ഓരോ ഇൻപുട്ട് ഏരിയയും ഇതിൻ്റെ പേരാണ് സെല്ല്. നമ്മൾ ഈ കാണുന്ന ഓരോ ഇൻപുട്ട് ഏരിയയുടെയും പേരാണ് സെല്ല്. വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു വർക്ക് ഷീറ്റിലാണ്. ആ ഷീറ്റിൻ്റെ പേര് ഇവിടെ നോക്കുക, ഷീറ്റ് 1 എന്നാണ്. ഇതിൽ നമ്മൾക്ക് കൂടുതൽ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്ലസ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷീറ്റ് 2 ഓപ്പണായി. ഇനി കൂടുതൽ കാര്യങ്ങൾ വേറെ ഏതെങ്കിലും ഷീറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ബുക്ക് ഓപ്പൺ ചെയ്യേണ്ട പകരം വീണ്ടും പ്ലസ് മാർക്ക് കൊടുക്കുക, ഷീറ്റ് 3 ഓപ്പണായി. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതാണ് വർക്ക്ഷീറ്റ്. ഈ വർക്ക്ഷീറ്റ് നമ്മളിപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേര് ചോദിക്കും. നമ്മൾ എന്താണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര്, ആ പേര് കൊടുക്കുക. അതിൻ്റെ പേരാണ് വർക്ക് ബുക്ക്. അതായത് ഒരു വർക്ക് ബുക്കിൽ ഒന്നിൽ കൂടുതൽ വർക്ക്ഷീറ്റുകളുണ്ടാവും. അതായത് വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് ബുക്കിന് ഉള്ളിലുള്ള ഓരോ ഷീറ്റുകളുമാണ് നമ്മൾ വർക്ക്ഷീറ്റ് എന്ന് പറയുക. വർക്ക് ബുക്ക് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫയലാണ്, അല്ലേ? നമ്മളിങ്ങനെ സങ്കല്പിച്ചാൽ മതി. നമ്മളിപ്പോൾ ഒരു നോട്ട് ബുക്ക് എടുക്കുകയാണെങ്കിൽ ആ നോട്ട് ബുക്കിന് ചിലപ്പോൾ 100 പേജ് ഉണ്ടാവും, 200 പേജ് ഉണ്ടാവും, അല്ലേ? ആ ഓരോ പേജിലും നമ്മൾ ഷീറ്റ് എന്നല്ല പറയുക. ആ ബുക്കിനെ നമ്മൾ എന്ത് പറയും? ബുക്ക് എന്ന് പറയും, അല്ലേ? അതുപോലെ തന്നെ വർക്ക് ബുക്ക് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആപ്ലിക്കേഷനാണ്. അപ്പം നമ്മളിതിനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുക്കായി. ആ ബുക്കിനകത്ത് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നമ്മൾക്ക് ആവശ്യമുള്ളത്ര ഷീറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ വർക്ക് ബുക്ക് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആപ്ലിക്കേഷനാണ്, നമ്മൾ സേവ് ചെയ്തൊരു ആപ്ലിക്കേഷനാണ്. വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത് വർക്ക് ബുക്കിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഓരോ വർക്കിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒന്നിൽ കൂടുതലുള്ള ഷീറ്റുകളാണ്. നമ്മൾ നോട്ട് ബുക്ക് സങ്കല്പിച്ചാൽ സംഗതി ക്ലിയർ ആവും. ഇനി ആക്റ്റീവ് സെൽ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന സെല്ലാണ് ആക്റ്റീവ് സെല്ല്. നമ്മളിവിടെ നിറയെ സെല്ലുകൾ കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പറയുന്ന സെല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു
സെല്ല് സെലക്ട് ചെയ്താൽ അത് ആക്റ്റീവ് സെല്ലാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനിപ്പോൾ ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തു. ആ ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്ന സെല്ലാണ് ആക്റ്റീവ് സെല്ല്. ഇനി മുമ്പേ നമ്മൾ പറഞ്ഞു, കോളംസ് പറഞ്ഞു. ഇതെല്ലാം കോളംസ് ആണ്. ആൽഫബറ്റിക് ഓർഡറിൽ ഉള്ളതെല്ലാം കോളംസ് ആണ്. അതുപോലെ തന്നെ ന്യൂമറിക് ഓർഡറിലുള്ളതെല്ലാം റോസ് ആണ്. ഈ സെല്ലിൽ, ആക്റ്റീവ് സെല്ലിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റൈറ്റ് കോർണറിൽ താഴെ ഭാഗത്തായിട്ട് ഒരു പ്ലസ് മാർക്ക് കാണുന്നുണ്ട്. നമ്മളുടെ മൗസ് അതിൽ പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൗസിൻ്റെ രൂപം മാറുന്നുണ്ട്, ഒരു പ്ലസ് ചിഹ്നമായി അല്ലേ? നോക്കൂ, നമ്മൾ മൗസ് ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ മൗസ് സാധാരണഗതി വന്നു. മൗസ് പോയിൻ്റിൽ കാണിച്ചു കഴിഞ്ഞാൽ അതൊരു പ്ലസ് ചിഹ്നമായി. ഇതിൻ്റെ പേരാണ് ഫിൽ ഹാൻഡ്ലർ. അതായത് നമുക്ക് കൂടുതൽ ഡാറ്റകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സലിൽ കുറച്ച് ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഫിൽ ഹാൻഡ്ലർ. അപ്പോൾ ഏതെങ്കിലും ഫങ്ഷൻസൊക്കെ നമ്മൾ എഴുതിയിട്ട് ഫിൽ ഹാൻഡ്ലറിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കോപ്പി ചെയ്യാം. അത് വിശദമായിട്ട് നമുക്ക് വരുന്ന സെഷൻ പഠിക്കാം. ഇനി അഡ്രസ് ബാറാണ്. അഡ്രസ് ബാർ എന്ന് പറയുന്നത് എക്സലിൽ ഇതാണ് അഡ്രസ് ബാർ. ഈ അഡ്രസ് ബാർ നമ്മൾ ഉപയോഗിക്കുന്നത് ചില ഫോർമുലകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ അഡ്രസ് ബാറിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു വിൻഡോ കാണുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഫോർമുല ബാർ. അതായത് നമ്മൾ താഴെ എന്ത് ടൈപ്പ് ചെയ്താലും, ഏത് ആക്റ്റീവ് സെൽ വെച്ചാലും അതവിടെ എഴുതി കാണിക്കുന്നുണ്ട് അല്ലേ? നമ്മൾക്ക് ഈ സെല്ല് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർമുല ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എഡിറ്റ് ചെയ്യാം. അതിൻ്റെ പേരാണ് ഫോർമുല ബാർ. ഇനി ഓരോ വർക്ക്ഷീറ്റും ഓരോ വർക്ക് ബുക്കും നമ്മൾ സേവ് ചെയ്യും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫയൽ നെയിം ചോദിക്കും. ആ ഫയൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ നെയിം കൊടുത്തതിന് ശേഷം അതേ വർക്ക് ബുക്ക് വീണ്ടും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഫയൽ നെയിം ഇവിടെ കാണാം. ഇവിടെ നമ്മൾ സേവ് ചെയ്തിട്ടില്ല ഫയൽ, അതുകൊണ്ട് ബുക്ക് 1 എന്നാണ് കാണിക്കുന്നത്. ഒരു പേരിൽ നമ്മൾ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് 1 എന്ന് പറഞ്ഞ പേര് മാറിയിട്ട് നമ്മൾ കൊടുത്ത ഫയൽ നെയിം കാണാം. ഇതിൻ്റെ പേരാണ് ടൈറ്റിൽ ബാർ. ഇനി എക്സലിൽ മറ്റ് എല്ലാ സോഫ്റ്റ്വെയറിലെ പോലെ തന്നെ നമുക്ക് ചില ക്വിക്ക് ആക്ഷൻസ് ഉണ്ടാവും. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ, മൊബൈലുകളിൽ, ഏത് ആപ്ലിക്കേഷനിലും നമ്മൾ എപ്പോഴും പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചില ക്വിക്ക് ലിങ്കുകൾ നമുക്ക് കൊടുക്കാം. അതിൻ്റെ പേരാണ് ക്വിക്ക് ആക്സസ് ബാർ. ക്വിക്ക് ആക്സസ് ബാർ എന്ന് പറയുന്നത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ക്വിക്ക് ആക്സസ് ബാറാണ്. ഈ ക്വിക്ക് ആക്സസ് ബാറിൽ ഞാൻ 2 കാര്യങ്ങൾ ക്വിക്ക് ആക്സസ് ബാർ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഒരു സേവ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഒരു ലെഫ്റ്റിലേക്ക് ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് അൺഡു. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഡാറ്റ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറേ ഡാറ്റകൾ നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഡാറ്റ തെറ്റുപറ്റി എങ്കിൽ നമുക്ക് തിരിച്ച് റിവേഴ്സ് പോകാം അല്ലേ? ആ റിവേഴ്സ് പോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അൺഡു. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഞാനിപ്പോൾ സെൽ എന്ന് അടിച്ചതിന് ശേഷമാണ് അതിൻ്റെ കൂടെ SS ചേർത്തത് അല്ലേ? ഇപ്പം ഞാൻ അൺഡു കൊടുത്തു കഴിഞ്ഞാൽ, റിവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പഴയ സ്റ്റെപ്പിൽ നിന്നും ഞാൻ വീണ്ടും ഒന്നുകൂടെ അൺഡു കൊടുത്തു കഴിഞ്ഞാൽ സെൽ എന്ന് പറയുന്നതും പോകും. ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് വീണ്ടും ഒരു മാർക്ക് കാണിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് റീഡു. അതായത് നമ്മൾ റിവേഴ്സ് പോയ പോലെ തന്നെ ഫോർവേഡ് പോവുക, മുൻപോട്ട് പോവുക. ഇപ്പോൾ റീഡു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, സെല്ല് വന്നു. വീണ്ടും ഞാൻ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ SS വരും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ടൈപ്പ് ചെയ്യുന്ന സമയത്ത്, കുറേ ഡാറ്റകൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും നമുക്ക് മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ മിസ്റ്റേക്ക് ഒഴിവാക്കാൻ, കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് റിവേഴ്സ് പോകാം. റിവേഴ്സ് പോയി ആ തെറ്റ് നമുക്ക് ശരിയാക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും റീഡ് കൊടുക്കരുത്, വീണ്ടും നമ്മൾ ആവർത്തിച്ച് നമ്മൾ ടൈപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ക്വിക്ക് ആക്സസ് ബാർ. ഈ ക്വിക്ക് ആക്സസ് ബാറിൽ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് നമുക്ക് വേണ്ടുന്ന ഏത് കാര്യങ്ങളും ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാനിവിടെ സേവ് എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്, ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്, അൺഡു കൊടുത്തിട്ടുണ്ട്, റീഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഓപ്പൺ ഉണ്ട്, സ്പെല്ലിംഗ് ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇനി നമ്മൾ പറയുന്നത് വർക്ക്ഷീറ്റ് ടാബാണ്. വർക്ക്ഷീറ്റ് ടാബ് എന്ന് പറയുന്നതാണ് ഇത്. ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്ന് പറയുന്നതാണ് വർക്ക്ഷീറ്റ് ടാബ്. സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത് വർക്ക്ഷീറ്റ് ടാബിനും താഴെയുള്ള ഇവിടെ റെഡി എന്ന് പറഞ്ഞെന്ന് എഴുതി കാണിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് പേജ് ലേഔട്ട്, പേജ് ബ്രേക്ക് ഡൗൺ,
പിന്നെ നമ്മളുടെ പേജിൻ്റെ സൈസ് കൂട്ടാൻ കുറയ്ക്കാൻ ഇപ്പോൾ 214% ഇൻക്രിമെൻ്റായി ഫോണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫോണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറുണ്ട്. അതിൻ്റെ പേരാണ് സ്റ്റാറ്റസ് ബാർ. നമ്മൾ ഫോർമുലകളൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതെങ്കിലും ഫിഗേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫിഗേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർമുല ബാറിൽ നമുക്ക് അതിൻ്റെ ടോട്ടൽ കാണാം. കണ്ടോ, ഇവിടെ ഇപ്പോൾ ആവറേജ് 1600, കൗണ്ട് അതായത് 3 കൗണ്ടുണ്ട്. അതിൻ്റെ സം എന്ന് പറയും ടോട്ടൽ എന്ന് പറയുന്നത് 4800 അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്തില്ലെങ്കിൽ കൂടെ നമുക്ക് ജസ്റ്റ് ഡാറ്റ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആവറേജ്, കൗണ്ട്, സമ്മ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണിക്കുന്ന ഈ സ്ഥലത്തിനെയാണ് നമ്മൾ സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. ഇനി നാവിഗേഷൻ എന്ന് പറയുന്നത്, നാവിഗേഷൻ ടിപ്സ് എന്ന് പറയുന്നത് എക്സലിൽ നമ്മൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സെല്ലിൽ നിന്നിട്ട് നമ്മൾ കീബോർഡിൽ റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് പോകാം. അതുപോലെ തന്നെ ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകാം. ഡൗൺ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോകാം. അപ്പ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാം. ഇതിന് ഷോർട്ട് കട്ട് കീ ഉണ്ട്. റൈറ്റ് സൈഡിലേക്ക് പോകാൻ നമ്മൾ കീബോർഡിൽ ടാബ്, കീബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് ടാബ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്. ആ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. ആ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കർസർ റൈറ്റ് സൈഡിലേക്ക് സെലക്ഷൻ ആവും. ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കീബോർഡിൽ ഷിഫ്റ്റ് ടാബ് പ്രസ് ചെയ്ത് പിടിക്കുക. കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. ടാബ് എന്ന് പറയുന്ന ബട്ടൺ മാത്രം അമർത്തുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ടാബ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് വരും. ടാബ് മാത്രം അമർത്തി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് പോകും. അതുപോലെ തന്നെ നമ്മൾക്ക് താഴേക്ക് വരണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ എൻ്റർ അടിച്ചാൽ താഴേക്ക് വരും. കീബോർഡിൽ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ താഴേക്ക് വരും. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് വരും. ഇത് കീബോർഡ് ഷോർട്ട് കട്ടാണ്. അതായത് നമ്മൾ ഡൗൺ ആരെയോ റൈറ്റ് ആരെയോ ലെഫ്റ്റ് ആരോ അപ്പ് ആരോ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് കീബോർഡിൽ മറ്റ് ഷോർട്ട് കട്ട്സ് ആണ്, നാവിഗേഷൻസ് ആണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് താഴേക്ക് വരണമെന്നുണ്ടെങ്കിൽ പേജ് ഡൗൺ ഉണ്ട്. കൺട്രോൾ ഡൗൺ ആർ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിന്ന് ഏറ്റവും താഴെ വരും. അപ്പം നമുക്കൊരു 1000 ഡാറ്റ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ നമ്മൾ 1000 ഡാറ്റ സെലക്ട് ചെയ്യും. കാരണം കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡാറ്റയും സെലക്റ്റായി. ഇപ്പോൾ അതിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് 10 കാണിക്കുന്നുണ്ട്. അതല്ല ഇനി ഏറ്റവും താഴേക്കാണ് മാത്രമാണ് സെലക്ഷൻ ചെയ്യേണ്ട, താഴേക്ക് മാത്രമാണ് വരേണ്ടതെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഡൗൺ ആരോ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും താഴെ വന്നിരിക്കും. അതുപോലെ തന്നെ ഷീറ്റ് 2 സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മൗസ് എടുത്തിട്ട് ഷീറ്റ് 2ൽ ക്ലിക്ക് ചെയ്യണം. ഷീറ്റ് 3 ആണെങ്കിൽ ഷീറ്റ് 3ൽ ക്ലിക്ക് ചെയ്യണം. അതിന് പകരം ഷീറ്റ് 2 സെലക്ട് ചെയ്യാൻ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പേജ് ഡൗൺ അടിച്ചു കഴിഞ്ഞാൽ ഷീറ്റ് ടാബുകൾ സെലക്ട് ആവും. ഇത് നാവിഗേഷനാണ്. അതുപോലെ തന്നെ ഷീറ്റ് 2ലേക്ക് തിരിച്ചു പോകണമെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പേജ് അപ്പ് അടിക്കുക. കീബോർഡിൽ പേജ് ഡൗണ് പേജ് അപ്പ് എന്ന് പറയുന്ന കീ ഉണ്ട്. അതിൽ പേജ് അപ്പ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഷീറ്റ് 1 2 തിരിച്ചു പോകാം. അതുപോലെ തന്നെ നമ്മൾക്ക് ഏറ്റവും മുകളിലത്തെ സെല്ല് എന്ന് പറയുന്നത് A1 ആണ് അല്ലേ. A കോളം നമ്പറും 1 റോ നമ്പറും ചേർന്ന A1 സെല്ലാണ് നമ്മളുടെ ഏറ്റവും തുടക്കത്തിലെ സെല്ല്. അവിടേക്ക് നമ്മൾക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഏത് ഷീറ്റിൽ നമ്മൾ പറഞ്ഞു 10,48,576 റോസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഏറ്റവും മുകളിലത്തെ A1 എന്ന് പറയുന്ന സെല്ലിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി നമ്മൾ കൺട്രോൾ ഹോം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ A1 എന്ന് പറയുന്ന സെല്ലിലേക്ക് തിരിച്ചു പോകും. അതുപോലെ തന്നെ കൺട്രോൾ ഡൗൺ ആരോ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും താഴത്തെ സെല്ലിലേക്ക് തിരിച്ചു പോകും. അതായത് 10,48,576 സെല്ലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡിൽ താഴെ സമയം മതി. കൺട്രോൾ അപ്പ് ആരോ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ സെല്ലിൽ പോകും. കൺട്രോൾ ഡൗൺ ആരോ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും താഴെ സെല്ലിൽ വരും. അല്ലെങ്കിൽ കൺട്രോൾ എൻഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ ഡാറ്റ സെലക്ട് ചെയ്യും. കൺട്രോൾ ഹോം അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റിലത്തെ സെല്ലിലേക്ക്, തുടക്കത്തിലെ സെല്ലിലേക്ക് തിരിച്ചു പോകും.
ഇനി ഓഫീസ് ബട്ടൺ ആൻഡ് സേവ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഫയൽ സേവ് ചെയ്യുക. ഫയൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വിക്ക് ആക്സസ് ബാറിൽ ഞാൻ ഷോർട്ട് കട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഷോർട്ട് കട്ട് കൊടുത്തതാണ്. അതല്ലാതെ എക്സലിൽ ഇൻബിൽറ്റ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഫയൽ സേവ് ചെയ്യുക. നമ്മളിപ്പോൾ ഡാറ്റയൊക്കെ ടൈപ്പ് ചെയ്തു, ഈ ഫയൽ നമ്മൾ സേവ് ചെയ്തിട്ടില്ല. സേവ് ചെയ്യാൻ ഫയൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ സേവ് എന്ന് പറയുന്നത് ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും, ലൊക്കേഷൻ ചോദിക്കും. അപ്പോൾ ദിസ് പി സി, ഈ പി സിയിലാണ്. ഈ പി സിയിൽ നമ്മൾ എവിടെയാണ് ഇത് സേവ് ചെയ്യേണ്ടത്, അതായത് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യണോ അതല്ല ഏതെങ്കിലും ഡ്രൈവുകളിൽ സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു. ഡെസ്ക്ടോപ്പിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ നെയിം ചോദിക്കും. ഞാൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ഫയൽ നെയിം കൊടുക്കുന്നുണ്ട്. ഞാൻ സേവ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫയൽ സേവ് ചെയ്തു. ഫയൽ സേവ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഡെസ്ക്ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് എന്ന ഫയലുണ്ട്. വീണ്ടും ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റിൽ ബാർ ടെസ്റ്റിംഗ് എന്നായി. നമ്മുടെ ഡാറ്റകൾ അവിടെ തന്നെ ഉണ്ട്. വീണ്ടും ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സേവ് ആസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ എക്സൽ ഫയലിനെ നമുക്ക് മറ്റേതെങ്കിലും വെർഷനിൽ മാറ്റി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും PDF ഉപയോഗിക്കാറുണ്ട്. ഈ എക്സൽ ഷീറ്റിനെ PDF ആയി കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ PDF കൊടുക്കുക, സേവ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ഈ എക്സൽ ഫയൽ അതിൻ്റെ PDF ഫോർമാറ്റിൽ സേവായി, PDF ക്രിയേറ്റ് ആയി. ഇപ്പോൾ എക്സൽ ഷീറ്റ് നമ്മൾ PDF ആയി കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇതിനാണ് നമ്മൾ സേവ് ആസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. എക്സൽ ഷീറ്റ് നമ്മൾ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പ്രിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ക്ലോസ് ചെയ്യാൻ ഇവിടെ ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സൽ ഷീറ്റ് ഇപ്പോൾ ക്ലോസ് ആവും. അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിലുള്ള ആക്ടിവേഷൻ കീ ആണ്, ആക്ടിവേറ്റ് ചെയ്യാനുള്ള കീ ആണ് അക്കൗണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻസിൽ മറ്റ് എല്ലാ സോഫ്റ്റ്വെയർ ഉള്ള പോലെ തന്നെ കോൺഫിഗറേഷന് വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോ ഓപ്ഷനും നമുക്ക് ഓരോ രീതിയിൽ ഉപയോഗിക്കേണ്ടി വരും. ഏതെങ്കിലും സമയത്ത് നമ്മൾക്ക് ചില കാര്യങ്ങൾ അഡ്വാൻസ് ലെവലിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഓപ്ഷനിൽ പോയി ചിലത് ടിക്ക് ചെയ്യേണ്ടി വരും, ചില ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടി വരും, ചിലത് അൺസെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സെഷനിൽ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് തരാം. ഒന്നാമത്തെ നമ്മൾ സെല്ല് പറഞ്ഞു, അത് ആക്റ്റീവ് സെൽ, കോളവും റോയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് സെല്ല്. അതിൽ ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് ആക്റ്റീവ് സെല്ല്. രണ്ടാമത്തേത് കോളമാണ്. മുകളിൽ ആൽഫബറ്റ്സ് ഓർഡറിൽ കാണുന്നതാണ് കോളം. മൂന്നാമത്തേത് റോയാണ്. ന്യൂമറിക് ഓർഡറിൽ താഴേക്ക് കാണുന്നതാണ് കോളംസ്. നാലാമത്തേത് ഫിൽ ഹാൻഡിലാണ്. നമ്മൾ പറഞ്ഞു ഫിൽ ഹാൻഡിൽ എന്ന് പറയുന്നത് സെല്ലിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിന്റിൽ റൈറ്റ് സൈഡിൽ താഴെയായി കാണുന്ന പ്ലസ് മാർക്കാണ് ഫിൽ ഹാൻഡ്ലർ. അഞ്ചാമത്തേത് അഡ്രസ് ബാറാണ്. ആറാമത്തേത് ഫോർമുല ബാറാണ്. ഏഴാമത്തേത് ടൈറ്റിൽ ബാറാണ്, നമ്മളുടെ നെയിം കാണിക്കുന്നതാണ് ടൈറ്റിൽ ബാറാണ്. 8 ഫയൽ മെനു ആണ്. 9 ക്വിക്ക് ആക്സസ് ബാറാണ്. 10 നമ്മളുടെ റിബൺ ടാബാണ്, മുകളിലെ കമാൻഡ്സുകളെല്ലാം ചേർന്നിട്ടുള്ളതാണ് റിബൺ ടാബ്. 11ാമത്തെ വർക്ക് ഷീറ്റാണ്. താഴെയുള്ള വർക്ക് ഷീറ്റുകളാണ്, വർക്ക് ടാബുകളാണ് വർക്ക് ഷീറ്റ്. 12ാമത്തേത് നമ്മൾ താഴെ കാണുന്ന സ്റ്റാറ്റസ് ബാറാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പരിചയപ്പെടാനുള്ളത്.